ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 13 അധ്യായം അതിന്റെ 22 വാക്യം. പുറപ്പാട് 13:22. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് മരുഭൂമിയുടെ അനുഭവത്തിൽ വഴി നടത്തുന്ന ദൈവം. മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തെ കാണിക്കുന്നതാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ അടിമത്തം വിട്ട് അവർ ഫറവോനിൽ നിന്നും അവർ തിരിച്ച് ഇറങ്ങി ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ദൈവം അവരെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വഴി നടത്തുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി വഴി നടത്തുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളുടെ പിതാവായ ദൈവം മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ അതിന് വേണ്ടുന്ന രീതിയിൽ വഴി നടത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വഴി നടത്തുന്നവനായ ദൈവം പ്രതികൂലത്തിൽ. ഇന്ന് നമ്മളുടെ ജീവിതം പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയേക്കാം. എന്നാൽ നമ്മളുടെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം നമ്മളെ വഴി കാണിക്കും. ഇവിടെ കാണുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം പകൽ മേഘസ്തംഭം അയക്കുകയാണ്. ഈ മേഘസ്തംഭം അവർ നടക്കുന്നതിനോടൊപ്പം തന്നെ അവരോടുകൂടെ നീങ്ങി അവരെ ഒരു മേഘസ്തംഭത്തിന്റെ അനുഭവത്തിൽ അവർക്കൊരു തണലേകുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. മരുഭൂമിയിൽ തണലേകുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. യാത്രയിൽ അവർ തളർന്നു പോയേക്കാം. ഒരുപക്ഷെ അവർക്ക് വേണ്ടുന്ന വെള്ളം കിട്ടാതെയും വേണ്ടുന്ന ആഹാരം കിട്ടാതെയും ഒരുപക്ഷെ പ്രതികൂലത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അവർക്കൊരു ക്ഷീണം സംഭവിക്കാം. എങ്ങനെയാണെങ്കിലും ദൈവം അവർക്ക് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നൽകിയിരുന്നു. എന്നാൽ അവർ പകൽ സമയം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർക്ക് തളർച്ചയുണ്ടാകാം. അതിനെ മാറ്റുവാൻ ഒരു തണലായി മേഘസ്തംഭം അയക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. അവർ തളർന്നു പോകുമ്പോൾ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തണലേകുന്ന ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലത്തിൽ തണൽ നൽകുന്നവനാണ്. നമുക്കറിയാം, നമ്മൾ ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ആ വൃക്ഷം നമുക്കൊരു തണലായി മാറും. എന്നാൽ ഒരു വൃക്ഷവുമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരു പക്ഷെങ്കിൽ ചൂടും അതുപോലുള്ളതായിട്ടുള്ള ഒരു തണലില്ലാത്തൊരു അനുഭവം ഉണ്ടാകും. എന്നാൽ ഒരു വൃക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ സമൃദ്ധമായ ഇലകളും ചില്ലകളും കാരണം അതിൻ്റെ കീഴിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെതായ ഒരു തണലുണ്ടാകും. ആ വ്യക്തിക്ക് ക്ഷീണമുണ്ടാകുകയില്ല. നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് മരുഭൂമിയിൽ തണലേകുന്ന ദൈവമാണ്. ദൈവം എന്ന് പറയുന്ന പരിചയമാണ്. പരിചയം പലകയുമായ ദൈവം ശത്രുവിന്റെ തീയമ്പുകളെ തടുക്കുന്നതാണ് ദൈവത്തിന്റെ പരിചയം എന്ന് പറയുന്നത്. നമ്മളുടെ ദൈവം നമുക്കൊരു പരിചയമായി തണലേകുന്നവനാണ്. നമ്മളുടെ ദൈവം പല രീതിയിൽ നമുക്ക് തണലേകും. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന മരുഭൂമിയുടെ അനുഭവത്തിൽ വഴി നടത്തുന്ന ദൈവമാണ്. ദൈവം ഒരു തണലായി അവരെ വഴി നടത്തി ഒരു മേഘസ്തംഭത്തിലൂടെ. ഒരു മേഘസ്തംഭം അവർക്ക് അയച്ച് അവർക്കൊരു തണൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത്. ദൈവം തണലാകുന്നത് പല രീതിയിലാണ്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് തണലേകും. നിന്റെ കാൽ കല്ലിൽ തട്ടാത്ത വണ്ണം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറയും. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് സംരക്ഷണം തരുമ്പോൾ ദൂതന്മാർ എന്ന് പറയുന്നത് നമുക്കൊരു തണലാണ്.
ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് തണലേകുവാൻ വേണ്ടിയാണ്, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം മേഘസ്തംഭം അയച്ച് തണൽ കൊടുക്കുന്ന ദൈവത്തെയാണ്. അതിനുള്ള വേറൊരു ഉദാഹരണമായി തണൽ കൊടുക്കുന്ന ദൈവത്തെ കാണുന്നത് ദൂതന്മാരെ അയച്ചാണ്. പ്രതികൂലത്തിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, രാത്രി അവരെ വഴി നടത്തിയത് അഗ്നിസ്തംഭത്തിലൂടെയായിരുന്നു. ഈ അഗ്നിസ്തംഭം അവർക്ക് വഴി തെളിയിച്ചു. മരുഭൂമിയുടെ അനുഭവത്തിൽ രാത്രിയിൽ അവർക്ക് ജീവിതത്തിന്റെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴി കാണാത്തൊരവസ്ഥയിലേക്ക് അവർ വന്നു. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ അവർ ആ കനാൻ ദേശത്ത് എത്തിച്ചേരും, അല്ലെ ആ ചെങ്കടൽ കടന്നു പോകും എന്നുള്ള രീതിയിൽ വളരെ ഭാരപ്പെടുമ്പോൾ എങ്ങനെ ഒരു രക്ഷയുമില്ലാത്തൊരനുഭവം, കൃത്യമായ വഴിയൊന്നും അറിയാത്തൊരനുഭവത്തിലൂടെ അവർ കടന്നുപോയേക്കാം മരുഭൂമിയിൽ രാത്രിയുടെ അനുഭവത്തിൽ. എന്നാൽ രാത്രി അവർക്ക് ഒരു അഗ്നി തൂൺ അയക്കുകയാണ്, അല്ലെങ്കിൽ അഗ്നിസ്തംഭം അയക്കുകയാണ് ദൈവം. ആ അഗ്നിസ്തംഭം അവർക്ക് വെളിച്ചമായി മാറി. ഇവിടെ കാണുന്ന ഒരു ദൈവിക ആത്മിക സന്ദേശം എന്ന് പറയുന്നത്, നിന്റെ ജീവിതം മരുഭൂമിയുടെ അനുഭവത്തിൽ, ഇരുളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ എങ്കിൽ നമുക്കിവിടെ കാണുന്നത് പോലെ ദൈവം ഒരു വെളിച്ചമയച്ച് നമ്മളെ വഴി നടത്തും. ദൈവവചനം എന്ന് പറയുന്നത് വെളിച്ചമാണ്. ഇവിടെ ദൈവമക്കൾക്ക് ദൈവം അഗ്നിസ്തംഭം അയക്കുന്നത് അവർക്ക് വഴി കാണിക്കുവാൻ വേണ്ടിയാണ്. ആ അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചം അവരെ കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിക്കും. കാരണം ആ വെളിച്ചം ദൈവത്തിൻ്റെതാണ്. നിന്റെ ജീവിതത്തിനകത്തെ പ്രതികൂലത്തിനകത്ത് ദൈവം ഒരു അഗ്നിസ്തംഭമായി വെളിച്ചമയക്കും. ഇനി നമ്മൾ പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെളിച്ചം എന്ന് പറയുന്നത് ദൈവമാണ്. പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ കാണിക്കുന്നത് വെളിച്ചത്തെ ഉപമിച്ചാണ്. ദൈവം വെളിച്ചമാകുന്നു. നമുക്കറിയാം ആ വെളിച്ചം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവവചനം എന്ന് പറയുന്ന വെളിച്ചത്തിലൂടെ നമുക്ക് മുന്നോട്ടുള്ള വഴി തെളിയും. വെളിച്ചം നമ്മുടെ വഴിയെ ക്ലിയർ ആക്കുന്നതാണ്. ദൈവമക്കൾക്ക് ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അഗ്നിസ്തംഭം വഴി ദൈവം അവർക്ക് വെളിച്ചം കൊടുത്ത് അവരെ കൃത്യമായ പാത നിരപ്പാക്കി അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവ മരുഭൂമിയിൽ അവർ രണ്ടു തരത്തിൽ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ വഴി നടത്തുന്നു. പ്രതികൂലത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ വഴി നടത്തുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതം ഇതുപോലെ നമുക്ക് പ്രതികൂലത്തിന്റെ അനുഭവത്തിലൂടെ ഒരുപക്ഷെ കടന്നു പോകുകയാണ്. ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രതികൂലത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ ദൈവമായ പിതാവിനോട് നമ്മൾ യേശുക്രിസ്തു വഴി നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇരുളിൽ വെളിച്ചമേകുന്നവനാണ് ദൈവം. പ്രതികൂലത്തിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ വഴി നടത്തുന്നവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വഴി ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുക ഏതെങ്കിലും മേഖലകളിൽ, എന്നാൽ ആ ദൈവത്തിന് തൻ്റെ വെളിച്ചമായ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് വഴി തെളിയിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവം മാറ്റി നമ്മളെ ഒരു കൃത്യമായ വെളിച്ചത്തിന്റെയും പച്ചപ്പിന്റെയും അനുഭവത്തിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന് പറയുന്ന ഒരു വചനം നമുക്കറിയാം. യേശുക്രിസ്തുവിനെ ദർശിക്കുവാൻ പോകുന്ന ആട്ടിടയന്മാരും വിദ്വാൻമാരുമൊക്കെ അവർക്ക് ആദ്യം വഴി അറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവം അവർക്കൊരു നക്ഷത്രം കാണിച്ചു കൊടുത്തു അവർക്ക് വഴി നടത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ വിദ്വാൻമാർക്കും ആട്ടിടയന്മാർക്കും ആ ക്രിസ്തുവിനെ ദർശിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് വഴി അറിയുകയില്ലായിരിക്കാം. ഒരു പക്ഷേ എങ്ങനെ അവിടെ എത്തിച്ചേരണമെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവം ഒരു നക്ഷത്രം അയച്ചു. ആ നക്ഷത്രത്തിന് ഒരു അടയാളമായി അവരെ വഴി നടത്തി. ആ വഴി അറിയാത്ത അവരുടെ അനുഭവത്തെ മാറ്റി ദൈവം ഒരു നക്ഷത്രം എന്ന അടയാളത്തിലൂടെ അവരെ വഴി നടത്തി ക്രിസ്തുവിനെ
ദർശിക്കുവാൻ, ആ യേശു പിറന്നപ്പോൾ ആ ശിശുവായിരിക്കുന്ന യേശുവിനെ ദർശിക്കുവാൻ അവർക്കൊരു അവസരം കിട്ടി. എങ്ങനെയാണ് അവർക്ക് വഴി കാണിച്ചത്? ദൈവം ഒരു നക്ഷത്രം അയച്ചു. വഴിയില്ലാത്ത അനുഭവം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ദൈവം പല രീതിയിലൂടെ നമുക്ക് വഴി കാണിച്ചു തരുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. മരുഭൂമിയുടെ അനുഭവത്തിൽ വഴി തെളിയിക്കുന്ന ദൈവം, അതുതന്നെയാണ് പ്രതികൂലത്തിൽ വഴി നടത്തുന്ന ദൈവം. വിദ്വാൻമാർക്കും ആട്ടിടയന്മാർക്കും ദൈവം വഴി കാണിച്ചു കൊടുത്തു. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് വഴിയില്ലാത്ത മേഖലയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച്, ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിന്റെ വചനത്തിലൂടെ, ആ ധ്യാനത്തിലൂടെ, ആത്മാവിലെ സത്യത്തിലൂടെയുള്ള ആരാധനയിലൂടെ ആ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലമായ ഏത് മരുഭൂമിയുടെ അനുഭവത്തിലായിക്കോട്ടെ, ആ വിദ്വാൻമാർക്ക് നക്ഷത്രം കാണിച്ച് വഴി നടത്തിയതുപോലെയും, അതുപോലെ തന്നെ പകൽ മേഘസ്തംഭമായി വഴി നടത്തിയതുപോലെയും, രാത്രി അഗ്നിസ്തംഭമായി വഴി നടത്തിയതുപോലെയും നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ ദൈവം നിന്നെ വഴി നടത്തും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇന്നിവിടെ ധ്യാനിച്ചത്. അതുകൊണ്ട് പിന്നിലുള്ള ഫറവോനെ, അതുപോലെ തന്നെ ആ ഫറവോന്റെ കൂട്ടരെയും ദൈവമക്കൾക്ക് പേടിക്കേണ്ടതില്ല, മോശയ്ക്ക് പേടിക്കേണ്ടതില്ല. കാരണം ദൈവം വഴി നടത്തുന്നവനാണ്. ആ ദൈവമക്കളും മോശയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ചെങ്കടല് വിളർത്തി അവരെ ദൈവം അക്കരയ്ക്ക് കടത്തി ശത്രുവിനെ ആ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്ന, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല, ആ മിസ്രൈമിനെ ഇനി കാണാതിരിപ്പാൻ തക്കോണം ദൈവം ശത്രുവിനെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. ശത്രു പിന്നെ ഇല്ല. നിന്റെ ജീവിതത്തിനകത്ത് ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ആ പിശാചിനെ തകർക്കുന്നവനാണ് ദൈവം. അവന്റെ തല തകർത്തതാണ് ദൈവം. ക്രൂശീകരണത്തിലൂടെ ശത്രുവിന്റെ തല തകർത്തു കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇന്നത്തെ ധ്യാനം എന്ന് പറയുന്നത് മരുഭൂമിയുടെ അനുഭവത്തിൽ വഴി നടത്തുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ ഏത് മരുഭൂമിയുടെ അനുഭവം വന്നാലും, പ്രതികൂലത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവരെ വഴി നടത്തിയതുപോലെ നമ്മെയും വഴി നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.